ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തപുരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്തെന്ന് വീഡിയോ ചെയ്യുന്നത്, ഇന്ന് രാവിലെ മുതലല്ലേ ഉച്ചവരെയില്ലേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ പാടന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ വേണം. ആ ചായ കൂടി കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ബാക്കി പലഹാരങ്ങളും ബാക്കി അടിക്കൽ തുടക്കൽ അതെല്ലാം പിന്നെയാണ്. എഴുന്നേറ്റ് പാട് ഒരു ഗ്ലാസ് ചായ, അത് നല്ല സ്ട്രോങ്ങിൻ്റെ ഒരു ചായ ആവണം. പിന്നെ നമ്മൾ പലഹാരം തിന്നുന്ന സമയത്ത് ചായ ഒന്നും കുടിക്കില്ല. അപ്പം അങ്ങനെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചായ കുടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. ഒന്നത് ഗ്ലാസ്സിലേക്ക് അത് ഏട്ടന് പഞ്ചസാര വേണ്ട, എനിക്ക് പഞ്ചസാര വേണം. അപ്പോൾ അതുകൊണ്ട് രണ്ടിലും വേറെ വേറെ ആക്കിയതാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇനി ചായയുടെ പലഹാരത്തിൻ്റെ ഒപ്പം കറി കൂട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പയർ കറി വെക്കാൻ വേണ്ടിയിട്ട് പയറും കഷ്ണങ്ങളെല്ലാം എടുത്ത് തീമ വെച്ചു. അതിൽ പയർ കറി അങ്ങനെ തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കണമല്ലോ. അടുപ്പിൽ ദോശ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഇട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പയർ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അതിന് നമുക്ക് കടുക് തിളച്ചിടാനുണ്ട്. അപ്പോൾ നമുക്ക് ദോശച്ചുള്ളി എടുത്തിട്ട് വെച്ചിട്ട് നമുക്കതിന് കടുക് തളിച്ചിടണം. അപ്പോൾ കടുകും കൂടി തളിച്ചിട്ടതിന് ശേഷം നമ്മളെ ചായയുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ദോശയായിട്ടുണ്ട്, പയറ് കറിയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് ചായ വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് പലഹാരം മാത്രമേ വേണ്ടൂ. ചായ രാവിലെ എഴുന്നേറ്റ് പാട് കിട്ടുന്ന ആ ഒരു ഗ്ലാസ് ചായ. ഇനിയിപ്പോൾ പലഹാരത്തിൻ്റെ ഒപ്പം ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ദോശയും റെഡി ആയിട്ടുണ്ട്, പയറ് കറിയും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. അങ്ങനെ ഞാൻ ദോശയെല്ലാം ചുട്ട് വെച്ചിട്ട് കുളിക്കാൻ പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിനെ വാങ്ങി വെച്ചിട്ട് അരി അടുപ്പത്തിട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാനിരിക്കലായി. അങ്ങനെ ദോശയും ചായയും കഴിക്കുന്നതിനിടയ്ക്ക് എൻ്റെ അരി അടുപ്പത്തിട്ടത് വെന്തിട്ടുണ്ടാവും. ചായ കുടിച്ച് നമ്മൾക്ക് ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ അരി ചോറ് വന്നിട്ടുണ്ട്, അതിനെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് കക്കരിക്ക ധരിച്ചെടുത്തിട്ടുണ്ട്. കക്കരിക്ക പെരുക്കാനാണ്. പിന്നെ പയർ കറി ഇല്ലതുകൊണ്ട് കക്കരിക്ക പെരുക്കും. ഒരു ഉപ്പേരി ആക്കണം. ഉപ്പേരി ഞാൻ പപ്പം കയ്യാണ് ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പങ്ങായ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറിന് പപ്പങ്ങായ ഉപ്പേരിയും പയർ കറിയും കക്കരിക്ക പെരുക്കും കണ്ണിമാങ്ങ അച്ചാറും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഉച്ചക്കേക്കില്ലേ എൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കറികളെല്ലാം റെഡിയായി. ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല. ഒരു പയർ ചാറ്, കക്കരിക്ക പെരക്ക്, പപ്പങ്ങായ ഉപ്പേരി, പിന്നെ കണ്ണിമാങ്ങ അച്ചാറും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ, അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.